ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. ഇഡ്ഡലി ദോശയ്ക്ക് മാവില്ലാത്തപ്പോൾ, ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമില്ലാത്ത സമയത്തൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. 3/4 കപ്പ് ഇഡ്ഡലി അരിയാണ് എടുത്തേക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി അരിക്ക് പകരം പച്ചരി എടുക്കാമോ എന്ന് ചോദിച്ചാൽ പച്ചരിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി അരിയിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം തളിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അരി നല്ലോണം നനഞ്ഞുണ്ടാവണം, പക്ഷെ ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് കുതിർത്താനായിട്ട് മാറ്റി വെക്കാം. അരി കുതിർത്തി വെച്ചിട്ട് 15 മിനിറ്റ് ആയി. ഇതുണ്ടല്ലോ ഇങ്ങനെ കിട്ടുന്ന അരി, അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്താനായിട്ട്. വെള്ളം ഒഴിച്ചല്ല കേട്ടോ, വെള്ളം തളിച്ച്. ഇനി നമുക്കിത് റവയുടെ പാകത്തിന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പൗഡർ വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുണ്ടല്ലേ തരിതരിയായിട്ടാണ് കേട്ടോ. തരിതരി എന്ന് പറഞ്ഞാൽ ഓവർ തരിയല്ല, റവയുടെ ആ പാകം. ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കായപ്പൊടി. നല്ലോണം ഫ്രൈ ആകുമ്പോൾ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നാളികേരം ചേർക്കാം. നാളികേരം നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അതനുസരിച്ച് ചേർത്തോളൂ. ഈ നല്ലോണം മിക്സ് ചെയ്ത് പൊടി ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുത്ത് അതേ കപ്പിൽ 3 കപ്പ് വെള്ളം ചേർക്കാം. മിക്സ് ചെയ്ത് ഇത് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കണം. കട്ട പിടിക്കാണ്ട് നോക്കണേ. അപ്പോൾ മിക്സ് റെഡിയായി, പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിനായി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ മിക്സ് മുഴുവൻ റെഡിയാക്കി എടുക്കാം. ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാം വേവിച്ചെടുത്തതാണ്. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. നമുക്ക് തുറക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം എല്ലാം തണുത്തിണ്ടിട്ട് ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തണുത്താൽ മാത്രം മതി. ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂണിനും കുറവ് എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് വെള്ള എള്ള്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഓരോ ബോൾസായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. പക്ഷേ പിള്ളേർക്കായാലും വീട്ടിലുള്ളവർക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കളർഫുള്ളായാൽ മാത്രമേ ഇഷ്ടമാവുള്ളൂ പിള്ളേർക്ക് തീർച്ചയായിട്ടും. അപ്പം നമ്മളിത് തലേ ദിവസം തന്നെ ഈ മിക്സ് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ മുളക് പൊടി എള്ളും 2 ഭാഗത്തും ആവാൻ പാകത്തിന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ച് ചെയ്താൽ മതി. അപ്പം എല്ലാം ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം. അരി വെച്ച് ഇതുപോലെ സിമ്പിളായിട്ടും നല്ല കളർഫുള്ളായിട്ടും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. തലേ ദിവസം തന്നെ മിക്സ് റെഡിയാക്കി വെച്ച് നമുക്ക് പിറ്റേന്ന് എടുത്ത് ഉണ്ടാക്കിയേ വേണ്ടൂ. ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുത്തു വിടാം, സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.